വന്നിട്ട് ബീച്ചിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് പ്രവാസിയുടെ ഭാര്യ മോളെ ഉറക്കുന്നത്. ഉപ്പച്ചി വന്നാൽ ബ്രോസ്റ്റ് വാങ്ങിത്തരും എന്ന് പറഞ്ഞാണ് പ്രവാസിയുടെ ഭാര്യ മോന്റെ കുശുമ്പ് അടക്കുന്നത്. മൂപ്പര് വന്നിട്ട് പണയം വെച്ച പണ്ടം ബാങ്കിൽ നിന്നും തിരിച്ചെടുക്കണം എന്ന ചിന്തയാണ് പ്രവാസിയുടെ ഭാര്യയ്ക്കുള്ളത്. എന്റെ മോന്റെ കടം എത്രയും വേഗം വീട്ടിൽ കൊടുക്കണേ എന്ന പ്രാർത്ഥനയാണ് പ്രവാസിയുടെ ഉമ്മയുടെ ചുണ്ടുകളിലുള്ളത്. മോൻ നാട്ടിലെത്തട്ടെ, എന്നിട്ട് വേണം വീട്ടിലേക്കുള്ള ആ വഴിയൊക്കെ അല്പം മണ്ണിറക്കി റെഡിയാക്കാൻ എന്നാണ് പ്രവാസിയുടെ ഉപ്പാന്റെ ആഗ്രഹങ്ങൾ. പെട്ടി തുറക്കുമ്പോൾ അന്ന് വിരുന്നു നിൽക്കുമെന്ന് നിർബന്ധം പിടിച്ച് പേരക്കിടാങ്ങൾ. വലിയ പെട്ടിക്കുള്ളിലെ സ്നിക്കേഴ്സും മാർസുമെല്ലാം സ്വപ്നം കണ്ടാണ് കുട്ടികൾ ഉറങ്ങുന്നത്. ഉപ്പച്ചി വരട്ടെ, കാക്ക വരട്ടെ, ഭർത്താവ് വരട്ടെ, മോൻ വരട്ടെ തുടങ്ങിയ പല വരട്ടെകളിലുമാണ് പ്രവാസിയുടെ പ്രതീക്ഷ. അതെ, പ്രവാസി പൂലുള്ള മണ്ണാണ്, കിളക്കാൻ പറ്റിയ നല്ല മണ്ണ്. പക്ഷേ ആ പേരും പെരുമയും അത്രയേറെ പ്രീതിയുള്ളതാകാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ കുടം നിറഞ്ഞിരിക്കുന്ന കടം വീട്ടാനായാണ് വിമാനം കയറി അറബ് നാട്ടിലേക്ക് കയറിയത്. 10ഉം 15ഉം കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും കടമായി തന്നെ അവശേഷിക്കുന്നു. എത്ര നാളെടുക്കും കടം വീട്ടാൻ എന്നത് ചോദ്യചിഹ്നമാണ്. പ്രവാസം എന്ന വടവൃക്ഷം തണലേകിയത് സ്വന്തം കുടുംബത്തിന് മാത്രമല്ല, നാട്ടിലെ സഹായങ്ങൾ എത്തിപ്പെടേണ്ട എല്ലായിടത്തും ആ തണൽ വിരിച്ചിട്ടുണ്ട്. പ്രവാസഭൂമിയിലെ കാലാവസ്ഥയിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്നത് അല്പം നരച്ച മുടിയും ചാടിയ വയറും ഉയർന്ന കൊളസ്ട്രോളും മധുരമില്ലാത്ത ഷുഗറുമാണ്. ഗൾഫുകാരൻ എന്ന തങ്കപ്പെട്ട വിളി കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതൊന്നും ഗൾഫുകാരനായി ജീവിക്കാൻ ഉണ്ടാകില്ല എന്നതാണ് സത്യം. നാട്ടിൽ വൈകുന്നേരം ഒരു നേരത്തെ ചായക്ക് കൂട്ടുന്ന ബിസ്ക്കറ്റ് പാക്കിലെ 2 വീതം ബിസ്ക്കറ്റ് ഒരാഴ്ചയോളം ചായയിൽ മുക്കിയാണ് പ്രവാസി ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തിയാക്കുന്നത്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 10 ദിവസത്തെ പ്രവാസിയുടെ ചായക്കടിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് ജോലിക്കിറങ്ങുന്നതിന്റെ മുന്നേ റൂമിലുള്ളവർക്കെല്ലാവർക്കും ആകെയുള്ളത് ഒരു ഗ്യാസ് അടുപ്പാണ്. അലാറം മുട്ടിയാൽ പിന്നെ ജീവിതം മുട്ടാതിരിക്കാനുള്ള ഓട്ടമാണ്. ആ ഓട്ടം തുടങ്ങും മുന്നേ പ്രാഥമിക കാര്യങ്ങളും ചായ കുടിയും കടിയും എല്ലാം തീരണം. അതിനിടയ്ക്ക് എന്ത് ഓട്ടാട, എന്ത് പത്തിരി, എന്ത് വെള്ളപ്പം. വീട്ടിൽ ഭാര്യ വെച്ച് തരുന്ന പഴത്തിന്റെ രുചി ഇവിടത്തെ പാക്കറ്റിൽ കിട്ടില്ല. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കി തരുന്ന ചക്കക്കൂട്ടാന്റെ രുചി ഇവിടത്തെ പാക്കറ്റിൽ കിട്ടൂല. അതൊക്കെ അറിഞ്ഞിട്ടും ഈ വടവൃക്ഷം ചൂടത്ത് ഉരുകുന്നത് നാട്ടിലെ കുടുംബത്തിന് വെളിച്ചം നൽകാനാണ്. പ്രവാസിയുടെ പ്രയാസങ്ങൾ നാട്ടിലറിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിന് നിങ്ങൾക്ക് പൊരിച്ചതും കരിച്ചതും ഇറങ്ങിക്കൊള്ളണമെന്നില്ല. മന്തി ഇറങ്ങിയില്ലെന്ന് വരാം, അന്തി ഉറങ്ങിയില്ല എന്ന് വരാം. അതുകൊണ്ടാണ് ഒരു പനിയോ തലവേദനയോ വന്നാൽ 4 ആൾ അറിയാതെ പാരാസിറ്റമോളും പനാട്ടോളും കൊണ്ട് പരിഹരിക്കാൻ നോക്കുന്നത്. വീട്ടിലേക്കുള്ള ഫോൺ വിളികളിൽ മറച്ചുവെച്ച പ്രവാസിയുടെ കഥകളുണ്ട്. അതെ, എത്ര മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത കഥന. ഉമ്മയോ ഉപ്പയോ ഭാര്യയോ അനിയത്തിയോ ജ്യേഷ്ഠനോ എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ മറച്ചുവെച്ച നീണ്ട കഥ. ഏതെല്ലാമോ തലവേദനകൾക്കിടയിലായിരിക്കും അർബാബിന്റെ ഫോൺ വിളി, അതിനുമിടയിലായിരിക്കും കൂട്ടുകാരുടെ തമാശകൾ. ആ സമയങ്ങളിലെല്ലാം സങ്കടങ്ങളെല്ലാം മറച്ചുപിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് അൽഹംദുലില്ലാ. എത്ര വേദനകളിലൂടെ നടന്നാലും സഹിക്കാനും ക്ഷമിക്കാനും ധൈര്യം തന്ന മന്ത്രം. അടുത്ത മാസം ഇക്ക വരും എന്നെല്ലാം കിനാവ് കണ്ടാണ് പ്രവാസിയുടെ കുടുംബം നാട്ടിൽ കഴിയുന്നത്. എത്ര കാലമായി മൂപ്പര് പോയിട്ട് കുട്ടിയാൾക്ക് മൂപ്പരെ ഓർമ്മ ഉണ്ടാകൂല എന്നൊക്കെ എപ്പോഴും തോന്നിപ്പോകുന്നു. പക്ഷേ കുടുംബത്തിന്റെ ഭാവി ഭദ്രമാക്കാൻ പുറപ്പെട്ടതല്ലേ എന്ന് കരുതി സമാധാനിക്കുകയാണ്. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂപ്പരുടെ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിറുവിറുപ്പാണ്. അത് മൂപ്പരോടുള്ള ദേഷ്യമായിരിക്കില്ല, വിരഹത്തിന്റെ വെപ്രാളമായിരിക്കും. 1ഉം 2ഉം ദിവസമല്ലല്ലോ ഈ കുട്ടിയാളും കെട്ടിയോളും ഒറ്റക്കാക്കി മൂപ്പര് വിട്ടുനിന്നത്. ഓർക്കുക, ഇങ്ങനെ എത്രയോ സങ്കടങ്ങളുടെ കണ്ണീര് തുടച്ച പുതപ്പുകളാണ് ഓരോ പ്രവാസിയുടെയും വീടുകളിലുള്ളത്. വലിയ വിഷമങ്ങൾ വരുമ്പോഴും പുറത്തിറങ്ങി ഒരു സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. അഥവാ ചോദിച്ചാലോ അന്റെ പൊരക്കാരൻ വല്ല ഗൾഫാരനല്ലേ എന്ന പുച്ഛവും. പടച്ചോനോടല്ലാതെ ആരുടെ മുന്നിൽ കെട്ടയിക്കാനാണ് ഈ സങ്കടങ്ങളുടെ കഥയെല്ലാം. കൂട്ടുകാരൻ, അയൽവാസി, സുഹൃത്ത്, ബന്ധു തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി പേരും രക്ഷപ്പെട്ടതും പച്ചപിടിച്ചതും റിയാലിന്റെയും ദിർഹമിന്റെയും ബലത്തിൽ തന്നെയാണ്. നാട്ടിൽ അവർ നൽകിയ തണലിലാണ് അവരുടെ കുടുംബവും വേണ്ടപ്പെട്ടവരും എല്ലാം സന്തോഷങ്ങൾ അനുഭവിച്ചത്. ഒരംശമെങ്കിലും ആ ദിർഹമിന്റെയും റിയാലിന്റെയും അത്തറിന്റെയും ഓരം പറ്റിയതാണ് നമ്മുടെ ജീവിതം. ആ തണൽ നൽകിയ വൻമരം നാടണയുമ്പോൾ സഹായിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. രാത്രിയുടെ ഇരുട്ടിൽ പ്രവാസി എന്ന പ്രയാസി ഒറ്റക്കിരുന്ന് പടച്ചോനെ ഞങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ നമുക്കും ഭാഗവാക്കാകാം. ഈ വീഡിയോ കുറിപ്പ് ഇഷ്ടമായവർ